രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരാവശ്യമാണ് അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നത്. അങ്ങനെയെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന് കീഴിലാണ് പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത്. ഏതെങ്കിലും പ്രദേശത്തിന് സ്വാഭാവികമോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങളാൽ ആകസ്മികമായോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന വലിയ അപകടങ്ങളിൽ കാര്യമായ രീതിയിൽ ജീവനാശം സംഭവിക്കുകയോ സ്വത്തുവകകൾ നശിക്കുകയോ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയോ ചെയ്യുന്നതിനെയാണ് ദുരന്തം എന്ന് പറയുന്നത്. അതേസമയം ദേശീയ ദുരന്തം എന്നതിന് ഔദ്യോഗികമോ കൃത്യമായതോ ആയ നിർവചനം ഇല്ല എന്നതാണ് വാസ്തവം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അതത് മുഖ്യമന്ത്രിമാർ നയിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളും ഈ നിയമത്തിന് കീഴിലാണുള്ളത്. കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രൂപീകരണത്തിനും ഈ നിയമം കാരണമായി. 2005 ദുരന്ത നിവാരണ നിയമത്തിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയെക്കുറിച്ചും സംസ്ഥാനങ്ങൾക്കുള്ള ദുരന്ത നിവാരണ നിധിയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90%, മറ്റ് സംസ്ഥാനങ്ങളിൽ 75%വുമാണ് കേന്ദ്ര സർക്കാർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത്. ചുഴലിക്കാറ്റുകൾ, വരൾച്ച, ഭൂകമ്പങ്ങൾ, തീപിടുത്തം, വെള്ളപ്പൊക്കം, സുനാമി, ഉരുൾപൊട്ടൽ, ഹിമപാതങ്ങൾ, മേഘവിസ്ഫോടനങ്ങൾ, കീടങ്ങളുടെ ആക്രമണം, കനത്ത മഞ്ഞ് തുടങ്ങി രജിസ്റ്റർ ചെയ്ത ദുരന്തങ്ങളുടെ ഇരകൾക്ക് അടിയന്തര സഹായം നൽകുന്നതിനുള്ള ചിലവുകൾക്കായി മാത്രമാണ് SDRF ഉപയോഗിക്കുന്നത്. ഒരു ദുരന്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പുനരധിവാസ നടപടികൾ എന്നിവ ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി 2019 നവംബറിലെ ഒരു ലേഖനത്തിൽ പ്രസ്താവിച്ചത്. എന്നിരുന്നാലും ഗുരുതരമായ ഒരു ദുരന്തമുണ്ടായാൽ നിർദ്ദേശിച്ച നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കേന്ദ്രം സംസ്ഥാനത്തിന് അധിക സഹായം നൽകും. ഇനി ഗുരുതരമായ ദുരന്തം എന്നത് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. ദുരന്തം മൂലമുണ്ടായ നാശനഷ്ടങ്ങളും ആവശ്യമായ പണവും വിശദമാക്കുന്ന ഒരു മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കണം. തുടർന്ന് മന്ത്രിതല കേന്ദ്ര സംഘം സ്ഥലത്തെത്തുകയും നാശനഷ്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങളും വിലയിരുത്തുകയും ചെയ്യും. ഇതിനുശേഷം നിർദ്ദിഷ്ട കമ്മിറ്റികൾ ഈ വിലയിരുത്തലുകൾ പരിശോധിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഉന്നതതല സമിതി അംഗീകരിച്ചതിന് ശേഷമാണ് NDRFൽ നിന്ന് പണം നൽകി സഹായിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിലെ ദുരന്ത നിവാരണ വിഭാഗം പിന്തുണ നൽകുകയും ഫണ്ട് വിനിയോഗം നിരീക്ഷിക്കുകയും ചെയ്യും. ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും ആവശ്യമായ സഹായത്തിന്റെ അളവ് തുടങ്ങിയ ഘടകങ്ങളും പരിഗണിച്ചാണ് ദുരന്തത്തെ അപൂർവമായ തീവ്രതയുള്ള ദുരന്തം എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്. ദുരന്തത്തെ ഗുരുതര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ 3:1 അനുപാതത്തിൽ പങ്കിട്ടാണ് ദുരന്ത നിവാരണ ഫണ്ട് രൂപീകരിക്കുക. സംസ്ഥാനത്തിന് വിഭവങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ദേശീയ ദുരന്ത കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് അധിക സഹായം പരിഗണിക്കും. ഇത് കൂടാതെ വായ്പകളുടെ തിരിച്ചടവിലെ ആശ്വാസം, ദുരന്തബാധിതർക്ക് ഇളവ് വ്യവസ്ഥകളിൽ പുതിയ വായ്പകൾ എന്നിവ അനുവദിക്കുന്നതും പരിഗണിക്കപ്പെടും. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.